നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. എത്ര കൃത്യം! ഇത് തന്നെയാ വൈശാഖ് പറഞ്ഞ പ്ലാൻ. പക്ഷേ മുത്തശ്ശി പുറത്ത് നിൽക്കുക. അവരൊന്ന് അകത്തേക്ക് കയറണമല്ലോ. എന്തായാലും ഇത്തരം ഒരു പരിഹാരക്രിയൊന്നും ഇവിടെ പറ്റില്ല. അമ്മയോട് എനിക്ക് അതിര് കഴിഞ്ഞ സ്നേഹമൊക്കെ ഉണ്ട് എന്നുവെച്ച് ഇത് ചോദിക്കാതിരിക്കാൻ നിർവാഹമൊന്നുമില്ല. ഈ തീരുമാനം തിരുത്തണം. പോകരുത്. അമ്മയുടെ അഭിപ്രായത്തെ ചോദ്യം ചെയ്യരുത്. അഭിപ്രായം ഇരുമ്പുലക്കൊന്നും അല്ലല്ലോ. അതുകൊണ്ട് എനിക്ക് എന്റെ അമ്മയെ തിരുത്തിയേ പറ്റൂ. അച്ഛാ, മുത്തശ്ശി കരഞ്ഞു പറഞ്ഞു ഈ അഗ്നി പരീക്ഷണം കുടുംബത്തിന് വേണ്ടിയാണെന്ന്. മുത്തശ്ശി അച്ഛൻ തെറ്റിദ്ധരിക്കരുത്. ജേട്ടൻ കൂടി ചോദ്യം ചെയ്ത അമ്മ തകർന്നു പോവും. അമ്മ വീണു പോവും ജേട്ടൻ. അത് പിന്നെ നമുക്ക് താങ്ങാവുന്നതിനപ്പുറമായിരിക്കും. അച്ഛൻ കാർത്തിയേട്ടനെ തെറ്റിദ്ധരിക്കണ്ട. ഞാനും കാർത്തിയേട്ടനും തമ്മിലുള്ള മാരേജ് ലൈഫിന് ഒരു ബോണ്ട് ഉണ്ട്. ഒരു മേനകയ്ക്കും അത് തകർക്കാനാകില്ല. ചിതലിന് ചിറക് മുളയ്ക്കുന്നത് പറക്കാനാണെന്ന് തെറ്റിദ്ധരിക്കണ്ട. അത് മരിക്കാനാ. തീജ്വാലകളിൽ വന്ന് വീണ് കരിഞ്ഞു തീരാൻ. നീ തിരിച്ച് ചെമ്പകമംഗലത്തേക്ക് വന്നു കയറിയത് വെറുതെ ഒന്നും അല്ലെന്ന് അരിയാഹാരം കഴിക്കുന്ന ആർക്കറിയാം. ഞങ്ങൾ ക്ഷമിച്ചു തരുന്നത് വൈകമോൾ ഞങ്ങളുടെ ഒരു ദൗർബല്യമായി പോയെന്ന ഒരു ഒറ്റ കാരണം കൊണ്ടാ. പക്ഷേ ഗത്യന്തരമില്ലാതെ വന്നാൽ പല ദൗർബല്യങ്ങളും ഞങ്ങൾ തൽക്കാലം മാറ്റിവെക്കും. നീ ക്ഷണിച്ചു വരുത്തുന്നത് നിന്റെ ദയനീയമായ മരണത്തെയാ. അത് നീ മറക്കണ്ട, മറക്കരുത്. എത്ര കൃത്യം! ഇത് തന്നെയാ വൈശാഖ് പറഞ്ഞ പ്ലാൻ. പക്ഷേ മുത്തശ്ശി പുറത്ത് നിൽക്കുക. അവരൊന്ന് അകത്തേക്ക് കയറണമല്ലോ. അയ്യോ അയ്യോ, എന്റെ കുഞ്ഞ്! അയ്യോ മോളെ, കുഞ്ഞിപ്പൊ താഴെ വീണ് തല പൊട്ടിയനല്ലോ. ഇവരൊക്കെ ഇതെവിടെ പോയി? മീനാക്ഷി, മീനാക്ഷി! എന്താമേ, എന്തു പറ്റി? എന്താ മുത്തശ്ശി കാര്യം? ഈ കുഞ്ഞിന്റെ കാര്യത്തിൽ ആർക്കും ഒരു ഉത്തരവാദിത്വം ഇല്ലേ? പെറ്റമ്മ പോട്ടെ, അത് വെറും പണിമുടക്ക്. ഇതിന്റെ പോറ്റമ്മ എവിടെ പോയി? പോറ്റമ്മയെന്ന് പറഞ്ഞ് ചമഞ്ഞ് നടക്കുന്നതല്ലാതെ ഈ കുഞ്ഞിന്റെ ഒരു കാര്യത്തിലും മീനാക്ഷിക്ക് യാതൊരു ഉത്തരവാദിത്വം ഇല്ല അമ്മേ. ഞാൻ എന്തെങ്കിലും പറഞ്ഞാലേ എല്ലാരും കൂടി എന്റെ നേർക്ക് വരും. ഞാൻ ഒറ്റപ്പെടും. ഇതിനെ പ്രസവിച്ചത് ഞാനാണെന്ന് പറയാനുള്ള അവകാശം പോലും എനിക്കിവിടെ ഇല്ല. അത് പിന്നെ നിന്റെ കുഴപ്പം തന്നെയാ. അത് പറഞ്ഞിട്ട് കാര്യമില്ല. പക്ഷേ ഈ കുഞ്ഞിന്റെ കാര്യത്തില് മീനാക്ഷി കാണിക്കുന്ന അവഗണന സഹിക്കാൻ പറ്റാത്തതാ.
പല പ്രാവശ്യം ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ ഓടി വന്ന് കുഞ്ഞിനെ എടുത്തിട്ടുണ്ട്. ഇത് അനർത്ഥമാ. ഈ കുഞ്ഞിന് താഴെ വീണ് എന്തേലും പറ്റും, അത് ഉറപ്പാ. ഇതാ ജോത്സ്യം പറഞ്ഞതൊക്കെ തന്നെ ഈ തറവാട്ടിൽ സംഭവിക്കും. ഓരോരുത്തർക്കായിട്ട് എന്തെങ്കിലും അപകടം പറ്റും. ജോത്സ്യം പറഞ്ഞതും അങ്ങനെ തന്നെയാണല്ലോ. ആദ്യം കുഞ്ഞിന്, അതിനുശേഷമേ മറ്റുള്ളവർക്ക് ഓരോരുത്തർക്കും എന്തെങ്കിലും പറ്റൂ. അതിന് ജോത്സ്യം പറഞ്ഞ പരിഹാരം എന്തേലും ഇവിടെ ആരെങ്കിലും ചെയ്തിട്ടുണ്ടോ? പരിഹാരം എന്തേലും ചെയ്താലല്ലേ തറവാടിലെ ആപത്തുകൾ മാറിക്കിട്ടുള്ളൂ. ഈ കുട്ടിയുടെ യഥാർത്ഥ മാതാപിതാക്കള് കുഞ്ഞിനോടൊപ്പം ഒരേ മുറിയിൽ അന്തി ഉറങ്ങണമെന്നാ ജോത്സ്യം വിധിച്ചിരിക്കുന്നത്. അങ്ങനെ ഒരു ദിവസങ്ങൾ ഉണ്ടായിട്ടുണ്ടോ മൈഥിലി? ഇല്ല, മീനാക്ഷിയും കുഞ്ഞും കാർത്തിയും കൂടെയാ ഒരു കട്ടിലിൽ അന്തി ഉറങ്ങുന്നത്. ഞാൻ ആ മുറിയുടെ മറ്റൊരു മൂലയില. ഒരു ജീവൻ ഏത് സ്ത്രീയുടെ ഗർഭപാത്രത്തിൽ നിന്ന് ഉത്ഭവിച്ചോ അവരാണ് ആ കുഞ്ഞിന്റെ യഥാർത്ഥ അമ്മ. ഈ കുടുംബത്തിന്റെ മൊത്തം ദോഷങ്ങൾ മാറണമെങ്കിൽ കുട്ടിയുടെ പെറ്റമ്മ തന്നെ അതിന്റെ അച്ഛനോടൊപ്പം 21 ദിവസം ഒരുമിച്ച് കഴിയണം. ഇല്ലെങ്കിൽ അത് കുട്ടിയുടെ ജീവന് മാത്രമല്ല ആപത്ത് വരുത്താൻ പോകുന്നത്, ഈ കുടുംബത്തിലെ എല്ലാവരുടെയും ജീവന് തന്നെ ഭീഷണിയാവും. ജോത്സ്യം പറഞ്ഞതുപോലുള്ള പരിഹാര കാര്യങ്ങൾ ചെയ്തില്ലെങ്കിലേ ഈ ചെമ്പകമംഗലത്ത് ഒടുവില് അപകടങ്ങളുടെ തെരളിയായിരിക്കും. ഞങ്ങളിപ്പോ ഔട്ട് ഹൗസിലേക്ക് താമസം മാറിയെങ്കിലും ജഗദീഷ് ചേട്ടനെ പറ്റി ഓർക്കുമ്പോ എനിക്ക് വല്ലാത്തൊരു പേടിയാ. ഇങ്ങനെയുണ്ടൊരു മുൻകോപം ആരെങ്കിലും എടുത്തിട്ട് കൊടയും. ഈ വീട്ടിൽ അപകടങ്ങൾ വരണമെന്ന് ചിലർക്ക് നിർബന്ധമുള്ള പോലെയാ അവരുടെ പ്രവൃത്തി. എന്താ മുത്തശ്ശി, എന്താ ഇവിടെ പ്രശ്നം? നീ ഇതെവിടെ പോയിരുന്നു? കുഞ്ഞിനെ ഒറ്റയ്ക്കിട്ടേച്ച്. ഞാൻ അമ്മയുടെ മുറിയിലുണ്ടായിരുന്നു. എന്തു പറ്റി മുത്തശ്ശി? കുഞ്ഞിപ്പൊ തലയും തല്ലി നിലത്ത് വീണേനെ. ഞാൻ കൃത്യസമയത്ത് അത് കണ്ടു വന്നത് നന്നായി. കുഞ്ഞ് തൽക്കാലം രക്ഷപ്പെട്ടു. ദൈവം എന്നെ അത് കാണിച്ചു തന്നതാ. കുഞ്ഞിനെ ഉറക്കി കിടത്തിയിട്ട് ഞാൻ അങ്ങോട്ട് പോയിട്ട് ഒരു 3 മിനിറ്റ് ആയില്ല. മാത്രമല്ല കുഞ്ഞ് വീഴാതിരിക്കാൻ ഞാൻ തലകണിയും വെച്ചിട്ടുണ്ടായിരുന്നു. ഒരു തലയണയും ഞാൻ കണ്ടില്ല. എന്നാലേ ആ തലകണ ചിലരൊക്കെ എടുത്ത് മാറ്റിയതാ. ദേ, ആരെയും കുറ്റം പറയണ്ട. നമ്മുടെ കാര്യം പെർഫെക്റ്റ് ആക്കിയിട്ട് വേണം മറ്റുള്ളവരെ കുറ്റം പറയാൻ. ദേ, ഇപ്പൊ ഞാൻ കണ്ടുവന്നതുകൊണ്ട് വലിയൊരു ആപത്ത് ഒഴിവായി. ആ വാഴപ്പാടി തിരുമേനി പറഞ്ഞത് 100% ശരിയാ. ഈ തറവാടിന്റെ മേല് എന്തോ ഒരു ശാപം നിലനിൽക്കുന്നുണ്ട്. അതാ ഈ ആപത്ത്. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.